2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട കണക്കുകൾ പ്രകാരം ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും കൂടി കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ മാധ്യമ പ്രവർത്തകരെ ഈ ഒരൊറ്റ വർഷം കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്നിട്ടും ലോകം ഇപ്പോഴും പറയുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് വ്യക്തമല്ല എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ ബോംബും ഓരോ മിസൈലും ഓരോ കത്തുന്ന കെട്ടിടവും ഫോണിൽ പകർത്തി നിമിഷങ്ങൾക്കുള്ളിൽ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഈ കാലത്താണ് ലോക നേതാക്കൾ പറയുന്നത് ഞങ്ങൾക്ക് ഉറപ്പില്ല, ഞങ്ങളിത് പരിശോധിച്ച് വരികയാണ്, വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്നൊക്കെ. അതേസമയം നിങ്ങളെയും എന്നെയും പോലെയുള്ള സാധാരണക്കാർക്ക് സത്യം ലൈവായിട്ട് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് കുട്ടികളെ പുറത്തെടുക്കുന്നത് നമ്മൾ കാണുന്നു. സ്ഫോടനങ്ങളിൽ നിന്ന് ജീവനും കൊണ്ട് ഓടുന്ന മനുഷ്യനെ നമ്മൾ കാണുന്നു. വീടുകൾ നിന്നിരുന്നിടത്ത് അറ്റമില്ലാതെ ടെന്റുകൾ ഉയരുന്നത് നമ്മൾ കാണുന്നു. എന്നിട്ടും ഒഫീഷ്യലായിട്ട് അവിടെ ഇപ്പോഴും അവ്യക്തതയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഒരു പ്രധാന വാർത്തയിലേക്കാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം. പെട്രോൾ വില കുതിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ചു. ഗൾഫിൽ നിന്നുള്ള ഗ്യാസ് വരവ് നിലച്ചു. ഓഹരി വിപണികൾ തകരുന്നു. എല്ലാവരും മിസൈലുകളെക്കുറിച്ചും ഡ്രോണുകളെക്കുറിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ ഭീഷണികളെക്കുറിച്ചും മാത്രമാണ് സംസാരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ പുതിയ ആക്രമണത്തിന്റെ വീഡിയോകൾ വരുന്നു. ഈ ലോകം മുഴുവൻ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുകയാണ്. ഇത് എത്രത്തോളം മോശമാകുമെന്ന് ഓർത്തുകൊണ്ട്. എന്നാൽ എല്ലാവരും ഇറാന്റെ നേരെ നോക്കി നിൽക്കുമ്പോൾ അവിടെ മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അതീവ അപകടകരവും ക്രൂരവുമായിട്ടുള്ള ഒന്ന്. ലോകത്തിന്റെ ശ്രദ്ധ മാറിയ ഈ സമയം നോക്കി ഇസ്രായേൽ ലബനാനിൽ പുതിയൊരു നരനായാട്ട് തുടങ്ങിയിരിക്കുകയാണ്. ക്യാമറകൾ മുഴുവൻ ടെഹ്റാനിലും വാഷിംഗ്ടണിലും പതിഞ്ഞിരിക്കുമ്പോൾ ബെയ്റൂട്ടും തെക്കൻ ലബനനും അടുത്ത ഗാസായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രഹസ്യമായിട്ടല്ല, എല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് പരസ്യമായി തന്നെയാണ് നടക്കുന്നത്. ലബനാൻ ഒരു ചെറിയ രാജ്യമാണ്, വെറും 60 ലക്ഷം ആളുകൾ. അതിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ടിനെ ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ പാരീസ് എന്നാണ് വിളിച്ചിരുന്നത്. അവിടുത്തെ സംസ്കാരത്തിനും രാത്രി ജീവിതത്തിനും കടൽ തീരത്തെ കഫേകൾക്കും അത്രയും പേരുണ്ടായിരുന്നു. എന്നാൽ ഇന്നതിൻ്റെ ഭൂരിഭാഗവും വെറും ചാരവും തകർന്ന കോൺക്രീറ്റ് കഷ്ണങ്ങളുമായിട്ട് മാറുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ചുരുങ്ങിയത് 1000 പേരെങ്കിലും കൊല്ലപ്പെട്ടു. അതിൽ 100-ലധികം കുട്ടികളുണ്ട്. ആ എണ്ണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്ര ചെറിയൊരു രാജ്യത്ത് 10 ലക്ഷത്തിലധികം ആളുകൾ ഇതിനോടകം സ്വന്തം വീട് വിട്ട് ഓടാൻ നിർബന്ധിതരായി. നിങ്ങളുടെ രാജ്യത്തെ 6-ൽ ഒരാള് പെട്ടെന്നൊരു ദിവസം വഴിയരികിൽ ടെന്റിൽ താമസിക്കേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി എന്നെങ്കിലും തിരിച്ചു പോകാൻ പറ്റുമോ എന്ന് പോലും അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇതിലെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്നോ, ഈ ആളുകൾ വെറുതെ കുറച്ച് കാലത്തേക്ക് മാറി നിൽക്കുന്നവരല്ല. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ പരസ്യമായിട്ട് പറഞ്ഞത് ഇസ്രായേലികൾ സുരക്ഷിതരാകുന്നതുവരെ ഇവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നാണ്. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളിലെ ചരിത്രം നോക്കിയാലേ നമുക്കൊരു കാര്യം അറിയാം. ഈ യുക്തിക്കനുസരിച്ച് ഇസ്രായേലികൾ ഒരിക്കലും പൂർണ്ണമായി സുരക്ഷിതരാകില്ല. എപ്പോഴും എവിടെയെങ്കിലും ഒരു ഭീഷണി അവർ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ 10 ലക്ഷം ലബനൻകാരുടെ അവസ്ഥ എന്താകും? അതിൻ്റെ അർത്ഥം അവർക്കിനി ഒരിക്കലും അവരുടെ വീടുകൾ കാണാൻ കഴിയില്ല എന്നാണ്. ഈ സിനിമ നമ്മൾ മുമ്പ് കണ്ടതാണ്. ഗാസയിൽ ആദ്യം നിങ്ങളൊരു സ്ഥലം അപകട മേഖലയായിട്ട് പ്രഖ്യാപിക്കുന്നു. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാറിപ്പോകാൻ ജനങ്ങളോട് പറയുന്നു. പിന്നെ അവർ ഒഴിഞ്ഞുപോയ വീടുകളും സ്കൂളുകളും ആശുപത്രികളും റോഡുകളും വൈദ്യുതി നിലയങ്ങളുമെല്ലാം ബോംബിട്ട് തകർക്കുന്നു. പതുക്കെ പതുക്കെ ആ സ്ഥലം മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത ഇടമായിട്ട് മാറുന്നു. കാലം കഴിയുമ്പോൾ അവിടെ പുതിയ വേലികളും പുതിയ അതിരുകളും വരുന്നു. ഒരുപക്ഷെ പുതിയ സെറ്റിൽമെന്റുകൾ പോലും. ലോകം അപ്പോഴേക്കും അടുത്ത പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റും. തെക്കൻ ലബനാനിൽ ഈ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു. ലിറ്റാനി പുഴ മുതൽ സഹറാനി പുഴ വരെയുള്ള ഭാഗത്തുള്ളവരോട് ബോംബിങ് കൂടുന്നതിന് മുമ്പ് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ചെറിയ സ്ഥലമല്ല, ഏകദേശം 1500 ചതുരശ്ര കിലോമീറ്റർ വരും ഇത്. അതായത് ആ രാജ്യത്തിന്റെ 14-15% ഭാഗം. ഇസ്രായേൽ ടാങ്കുകളും സൈനികരും ഇപ്പോൾ അതിർത്തി കടന്നു കഴിഞ്ഞു. അവരിതിനെ വിളിക്കുന്നത് പരിമിതമായിട്ടുള്ള ഓപ്പറേഷൻ എന്നാണ്. പക്ഷേ അവിടെയുള്ള കാഴ്ചകൾ കണ്ടാൽ ഇതൊട്ടും പരിമിതമല്ലെന്ന് മനസ്സിലാകും. വീടുകൾ, കടകൾ, ഓഫീസുകൾ, വലിയ ഫ്ലാറ്റുകൾ, സർക്കാർ കെട്ടിടങ്ങൾ എല്ലാം ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 ലക്ഷത്തോളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ബെയ്റൂട്ടിന്റെ ഭ്രാന്ത പ്രദേശങ്ങളുടെ കാര്യമെടുക്കാം. 10 ദിവസത്തെ ബോംബിംഗ് കൊണ്ട് അവിടെ വലിയ ബ്ലോക്കുകൾ തന്നെ വെറും മണ്ണായിട്ട് മാറി. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വലിയ സൈനിക ബുദ്ധിയൊന്നും നമുക്ക് വേണ്ട. തലമുറകളായിട്ട് അവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങൾക്ക് ഇനി ഒന്നും ബാക്കിയില്ല. വീടില്ല, കടയില്ല, സ്കൂളില്ല, വെറും പൊടിപടലങ്ങൾ മാത്രം. പാലങ്ങൾ ഓരോന്നായിട്ട് തകർക്കുകയാണ്. വെറും സൈനിക കേന്ദ്രങ്ങളല്ല,
തെക്കൻ ലെബനാനെ രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന സാധാരണ സൗകര്യങ്ങളാണ് തകർക്കുന്നത്. പാലങ്ങൾ തകർക്കുമ്പോൾ നിങ്ങൾ അക്രമികളെ മാത്രമല്ല തടയുന്നത്, മറിച്ച് ഒരു നാടിന്റെ ജീവനാടി തന്നെയാണ് മുറിക്കുന്നത്. അവിടെയുള്ളവർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുന്നത് തടയുന്നു. അവിടെ എന്ത് നടക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന മാധ്യമ പ്രവർത്തകരെ തടയുന്നു. ഇനി ആരെങ്കിലും പാലത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്താൽ അവർക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഡ്യൂട്ടിക്കിടയിൽ മാധ്യമ പ്രവർത്തകരെ തത്സമയം കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ഇവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ ഭീകരമാകുന്നത്. ജനവാസ മേഖലകളിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്നതായിട്ട് മനുഷ്യാവകാശ സംഘടനകളും അവിടെയുള്ള മാധ്യമ പ്രവർത്തകരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഫോസ്ഫറസ് എന്ന് പറയുന്നത് വെറുമൊരു ബോംബല്ല, അത് ഓക്സിജനുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ കത്തുന്ന ഒരു കെമിക്കലാണ്. ഇത് അതിശക്തമായിട്ടുള്ള ചൂടിൽ കത്തും, മനുഷ്യന്റെ തൊലി ഉരുകിപ്പോകും, എല്ല് വരെ കത്തിപ്പോകും. ഇതിലെ ക്രൂരത അവിടെയും തീരുന്നില്ല. ഒരാൾക്ക് പൊള്ളലേറ്റ് ബാൻഡേജ് ഇട്ട് ആശുപത്രിയിൽ എത്തിച്ചാലും പിന്നീട് ആ ബാൻഡേജ് മാറ്റുമ്പോൾ മുറിവിൽ വീണ്ടും വായു തട്ടിയാൽ ആ കെമിക്കൽ വീണ്ടും കത്താൻ തുടങ്ങും. ശരീരത്തിനുള്ളിൽ ആ തീ വീണ്ടും ജീവൻ വെക്കും. അന്താരാഷ്ട്ര നിയമങ്ങൾ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ജനവാസ മേഖലകളിൽ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചതാണ്. ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്ന വലിയ ഉടമ്പടികളും കരാറുകളും ഒക്കെയുണ്ട്. പക്ഷേ ആരും പാലിക്കാനില്ലെങ്കിൽ പിന്നെ നിയമങ്ങൾ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഹിറ്റ്ലർക്ക് മനുഷ്യാവകാശങ്ങൾ വേണ്ടെന്ന് തോന്നിയപ്പോൾ ഒരു നിയമത്തിനും അയാളെ തടയാൻ കഴിഞ്ഞില്ല. ഇന്ന് നെതന്യാഹുവിനെ പോലുള്ള നേതാക്കൾ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവരെ തടയാനും ആരുമില്ല. ഗാസയിൽ നേരത്തെ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ലെബനാനും അതേ തീ അനുഭവിക്കുകയാണ്. 2 ആഴ്ചകളിൽ ലെബനാനിലെ 70ഓളം ആരോഗ്യ കേന്ദ്രങ്ങളും ഡസൻ കണക്കിന് ആംബുലൻസുകളും ആക്രമിക്കപ്പെട്ടു. 40-ലധികം ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടു. ജോലി ചെയ്യുന്നതിനിടയിൽ ബോംബ് വിടുമ്പോൾ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. 5 വലിയ ആശുപത്രികൾ അടച്ചുപൂട്ടേണ്ടി വന്നു. ഇതേ രീതി തന്നെയാണ് നമ്മൾ ഗാസയിലും കണ്ടത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ അവിടെ 1700-ലധികം ഡോക്ടർമാരും നഴ്സുമാരും പാരാമെഡിക്കൽ ജീവനക്കാരും കൊല്ലപ്പെട്ടു. ആദ്യം ബോംബിടുക, പിന്നെ ആശുപത്രികൾ തകർക്കുക, പിന്നെ മരുന്ന് നിഷേധിക്കുക. ഇതൊരു അബദ്ധമല്ല, ഇതൊരു പ്ലാനാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ലെബനാനിൽ ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അല്പം പിന്നോട്ട് പോകണം. 2023 ഒക്ടോബർ 7 അന്ന് ഹമാസ് ഇസ്രായേൽ വലിയൊരു ആക്രമണം നടത്തി. ഏകദേശം 1200 ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു. 200-ലധികം പേരെ ബന്ദികളാക്കി. തൊട്ടടുത്ത ദിവസം തന്നെ ഇസ്രായേൽ ഗാസയിൽ വലിയൊരു ആക്രമണം തുടങ്ങി. ഉടനെ തന്നെ ഇറാനുമായി അടുത്ത ബന്ധമുള്ള ലെബനനിലെ ഹിസ്ബുള്ള എന്ന സംഘടന ഇസ്രായേലിന് നേരെ റോക്കറ്റുകൾ വിട്ടു തുടങ്ങി. ഞങ്ങൾ ഗാസയ്ക്ക് ഒപ്പമാണ് എന്നതായിരുന്നു അവരുടെ സന്ദേശം. പിന്നീട് 1 വർഷത്തോളം തിരിച്ചും മറിച്ചും ആക്രമണങ്ങൾ തുടർന്നു. ലെബനാനിൽ നിന്ന് റോക്കറ്റുകൾ, ഇസ്രായേലിൽ നിന്ന് വിമാനങ്ങൾ, ഡ്രോണുകൾ, പീരങ്കികൾ, അങ്ങനെ വലിയ ടെൻഷൻ അന്ന് നിലനിന്നു. അതിനുശേഷമാണ് ഒരു സ്പൈ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള കാര്യം നടന്നത്. 2024 സെപ്റ്റംബറിൽ 2 ദിവസങ്ങളിലായിട്ട് ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ, പേജറുകളും വോക്കി ടോക്കികളും പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തു. 30-ലധികം പേര് മരിച്ചു. 3000-ലധികം പേർക്ക് പരിക്കേറ്റു. അതിൽ ഭൂരിഭാഗവും ഹിസ്ബുള്ള അംഗങ്ങളായിരുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ രഹസ്യ ഓപ്പറേഷനുകളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ആ ഡിവൈസുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന വഴിയിൽ ആരോ നുഴഞ്ഞു കയറി അതിനുള്ളിൽ ചെറിയ സ്ഫോടക വസ്തുക്കൾ വെച്ചതായിരുന്നു. സ്വന്തം റേഡിയോ കയ്യിലിരുന്ന് ബോംബായിട്ട് മാറുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ നേതാക്കളെ ഓരോരുത്തരായിട്ട് ലക്ഷ്യം വെച്ചു. 2024 സെപ്റ്റംബർ അവസാനം 30 വർഷമായിട്ട് ഹിസ്ബുള്ളയുടെ മുഖമായിരുന്ന ഹസൻ നസ്രുള്ളയെ ഇസ്രായേൽ കൊലപ്പെടുത്തി. അദ്ദേഹം ഉണ്ടെന്ന് കരുതിയ കെട്ടിടത്തിന് മുകളിൽ 80ഓളം ബോംബുകളാണ് അവരിട്ടത്. അടുത്ത ആഴ്ചകളിൽ മറ്റു പ്രധാന നേതാക്കളെയും അവർ വകവരുത്തി. ലെബനാൻ ഇതിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. 13 മാസത്തെ പോരാട്ടത്തിൽ ഏകദേശം 4000-ഓളം ലെബൻകാർ കൊല്ലപ്പെട്ടപ്പോൾ 130 ഇസ്രായേലികളാണ് മരിച്ചത്. 2024 നവംബർ ആയപ്പോഴേക്കും കാര്യങ്ങൾ ശാന്തമാകുമെന്ന് ലോകം കരുതി. അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിലെ ഒരു വെടിനിർത്തൽ കരാറുണ്ടായി. ഹിസ്ബുള്ള ലിറ്റാനി പുഴയ്ക്ക് വടക്കോട്ട് മാറണമെന്നും ഇസ്രായേൽ 60 ദിവസത്തിനുള്ളിൽ പിന്മാറണമെന്നും ലെബനൻ സൈന്യത്തെ തെക്ക് വിന്യസിക്കണമെന്നും തീരുമാനിച്ചു. സമാധാനത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് ഇത് കണ്ടത്. പക്ഷേ ബോംബുകൾ ഒരിക്കലും പൂർണ്ണമായിട്ട് നിന്നില്ല. 2024 അവസാനം മുതൽ 2026 തുടക്കം വരെ ഇസ്രായേൽ ലെബനനിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഈ വെടിനിർത്തൽ സമയത്തും 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഗാസയിലെ പോലെ തന്നെ ഇവിടെയും വെടിനിർത്തൽ എന്ന വാക്കിന് അർത്ഥമില്ലാതെയായി. വലിയ വാർത്തകളിൽ നിന്നുള്ള ഒരു ഇടവേള മാത്രമായിരുന്നു അത്.
ഡ്രോണുകൾക്കും യുദ്ധവിമാനങ്ങൾക്കും താഴെ കഴിയുന്ന ജനങ്ങൾക്ക് അതൊരു ആശ്വാസമായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് 2026 ഫെബ്രുവരി 28 വന്നു. ആ ദിവസം ഈ മേഖലയിലെ കളി ആകെ മാറി. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനിൽ വലിയൊരു സൈനികാക്രമണം നടത്തി. അതിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ഇതൊരു സാധാരണ കൊലപാതകമായിരുന്നില്ല. 40 വർഷത്തിലേറെയായി ഹിസ്ബുള്ളയെ പോലെയുള്ള ഗ്രൂപ്പുകൾക്ക് പണവും ആശയവും നൽകി വളർത്തിയത് ഇദ്ദേഹമായിരുന്നു. ഒരു വലിയ സിസ്റ്റത്തിന്റെ തല തന്നെ അറുത്തുമാറ്റുന്നത് പോലെയായിരുന്നു അത്. ഇറാന് ഇത് വെറുതെ വിടാൻ കഴിയില്ലായിരുന്നു. അവര് പ്രതികാരം പ്രഖ്യാപിച്ചു. ഇസ്രായേലിനും അമേരിക്കൻ കേന്ദ്രങ്ങൾക്കു നേരെ മിസൈലുകളും ഡ്രോണുകളും അയച്ചു. വെടിനിർത്തലിന് ശേഷം ശാന്തമായിരുന്ന ഹിസ്ബുള്ളയും ഈ അവസരത്തിൽ മാറി നിൽക്കാൻ തയ്യാറായില്ല. 2026 മാർച്ച് 2 ഖമേനിയുടെ മരണത്തിന് പ്രതികാരമായിട്ട് അവർ ഇസ്രായേലിന് നേരെ വലിയ തോതിൽ ആക്രമണം തുടങ്ങി. അന്ന് രാത്രി തന്നെ ഇസ്രായേല് ലെബനാനിലുടനീളം ബോംബിംഗ് ആരംഭിച്ചു. അങ്ങനെയാണ് നമ്മൾ 2026 ലെബനൻ യുദ്ധം എന്ന് വിളിക്കുന്ന ഈ ഘട്ടത്തിലേക്ക് എത്തിയത്. ഒഫീഷ്യലായിട്ടുള്ള പ്രസ്താവനകൾ കേട്ടാൽ ഈ കഥ വളരെ ലളിതമാണ്. ഹിസ്ബുള്ള ഒരു തീവ്രവാദ സംഘടനയാണ്. അവർ ഇസ്രായേലിനെ ആക്രമിച്ചു. ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന സ്ഥിരമായിട്ടുള്ള ന്യായങ്ങൾ. പക്ഷേ ആ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണവും നോക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ചോദിക്കണം. ഇത് ശരിക്കും ഹിസ്ബുള്ളക്ക് എതിരെയുള്ള യുദ്ധമാണോ, അതോ ഇതിൻ്റെ പിന്നിന് വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നുള്ളത്? ഇതൊരു സ്ഥിരം പാറ്റേൺ ആണ്. നമ്മളിത് ഗാസയിൽ കണ്ടു, ഇപ്പോൾ ലെബനാനിലും കാണുന്നു. ഹമാസ് ഇല്ലാത്ത വെസ്റ്റ് ബാങ്കിലും നമ്മളിത് കാണുന്നുണ്ട്. അക്രമികളെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട്. പക്ഷേ തകരുന്നത് മുഴുവൻ അയൽപ്പക്കങ്ങളാണ്. മരിക്കുന്നത് മാധ്യമപ്രവർത്തകരും ഡോക്ടർമാരും കുട്ടികളുമാണ്. പാലങ്ങൾ തകരുന്നു, യൂണിവേഴ്സിറ്റികൾ ബോംബിടുന്നു. എന്നിട്ട് പറയും അവർ മനുഷ്യരെ പരിചയമായിട്ട് ഉപയോഗിക്കുകയാണ് എന്ന്. ലോകം ഇത് വിശ്വസിക്കണം എന്നാണ് അവർ പറയുന്നത്. പല നേതാക്കളും ഇപ്പോൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തുർക്കി പ്രസിഡന്റ് എർദോഗാൻ പറഞ്ഞത് നെതന്യാഹു ഹിറ്റ്ലറേക്കാൾ മോശമാണ് എന്നാണ്. ഹിറ്റ്ലറേക്കാൾ പണക്കാരനാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കാരണം അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ നെതന്യാഹുവിനുണ്ട്. ഹിറ്റ്ലറും അമേരിക്കയും ഒരേ വശത്ത് നിന്ന് യുദ്ധം ചെയ്തിരുന്നെങ്കിൽ 2ാം ലോക മഹായുദ്ധം എന്താകുമായിരുന്നു എന്നുള്ളത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു ജൂനിയർ പാർട്ട്ണറെ പോലെയാണ് പെരുമാറുന്നത്. പുറമെ ലോകത്തെ കാണിക്കാൻ ചിലപ്പോൾ ഇസ്രായേലിനെ ഒന്ന് ഉപദേശിക്കും. പക്ഷേ ഉള്ളിൽ അവർക്ക് വേണ്ട ആയുധങ്ങളും ഐക്യരാഷ്ട്രസഭയിൽ സംരക്ഷണവും നൽകുന്നത് അമേരിക്ക തന്നെയാണ്. ഗാസയെ പലരും തുറന്ന ജയിലെന്ന് വിളിക്കുന്നു. നാസികളെ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഗാസയിലും ലെബനാനിലും എല്ലാം നടക്കുന്നത് ലോകത്തിന്റെ കൺമുന്നിലാണ്. വീഡിയോകൾ നമ്മൾ കാണുന്നു, സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണുന്നു. ഒരു ബോംബ് വീണ് തകരുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് കുടുംബങ്ങൾ ക്യാമറയോട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു. എന്നിട്ടും വൻ ശക്തികൾ പറയുന്നത് അവർക്ക് ഇനിയും കൂടുതൽ തെളിവുകൾ വേണം എന്നുള്ളതാണ്. കലാരംഗത്തുള്ളവർ പോലും ഇപ്പോൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹോളിവുഡിലും യൂറോപ്പിലുമുള്ള പലരും പറയുന്നത് ഇസ്രായേൽ സൈന്യം പണ്ട് നാസികൾ ചെയ്തതുപോലെ തന്നെയാണ് പെരുമാറുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത് തുറന്നു പറയുന്നവർക്ക് വലിയ വില നൽകേണ്ടി വരുന്നുണ്ട്. ഹോളിവുഡിൽ ഇസ്രായേലിനെ വിമർശിച്ചാലേ അവരെ ജൂതവിരോധി എന്ന് വിളിക്കും. അവരുടെ കരിയർ തകർക്കും. അതുകൊണ്ട് പലരും മിണ്ടാതിരിക്കുകയാണ്. ഹാവിയർ ബാഡമിനെ പോലെയുള്ള ചുരുക്കം ചിലരും മാത്രമേ റിസ്ക് എടുത്ത് സംസാരിക്കുന്നുള്ളൂ. എന്തിനാണ് വിവരങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നറിയാമോ? കാരണം നമ്മൾ എന്ത് വിശ്വസിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. തങ്ങൾ എപ്പോഴും ഇരയാണ് എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും അതും സ്വയം പ്രതിരോധമായിട്ട് മാറും. കഥ തുടങ്ങുമ്പോൾ തന്നെ ഹമാസ് ആക്രമിച്ചു അല്ലെങ്കിൽ ഹിസ്ബുള്ള ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ക്രൂരതകളെല്ലാം ഒരു റിയാക്ഷനായിട്ട് കാണപ്പെടും. എന്നാൽ ഇതിൻ്റെ പിന്നിലെ ചരിത്രത്തെക്കുറിച്ചോ അധിനിവേശത്തെക്കുറിച്ചോ ആരെങ്കിലും സംസാരിച്ചാൽ അവർക്ക് പക്ഷപാതമുണ്ടെന്ന് പറയുകയും ചെയ്യും. ഏറ്റവും ഭയാനകരമായിട്ടുള്ള കാര്യം എന്താണെന്നോ, ഈ പറഞ്ഞ സായുധ സംഘടനകൾ പലതും വളർന്നത് ഇതേ നയങ്ങൾ കാരണമാണ് എന്നതാണ്. ഹമാസിനെ ഗാസയിൽ ശക്തമായിട്ട് നിലനിർത്താൻ നെതന്യാഹുവിന്റെ സർക്കാർ പണം എത്തിക്കാൻ അനുവദിച്ചു എന്നതിന് ഒരുപാട് തെളിവുകളുണ്ട്. എന്തിനാണെന്നറിയാമോ? ഹമാസ് ഗാസയിൽ ശക്തമായാൽ ഫലസ്തീൻ അതോറിറ്റി ദുർബലമാകും. അപ്പോൾ ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം എന്ന ആവശ്യം എന്നേക്കുമായിട്ട് ഇല്ലാതാക്കാം. ജനങ്ങളെ സഹായിക്കാനല്ല, മറിച്ച് സ്വന്തം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ ഒരു ഭീകര സംഘടനയെ വളരാൻ അനുവദിച്ചത്. ഇന്ന് അതേ ഗാസ മോഡൽ ബോംബിങ്ങും കുടിയൊഴിപ്പിക്കലും ലെബനാനിലും നടപ്പിലാക്കിയാണ്. ഇതൊക്കെ സാധാരണക്കാരെ എവിടെ എത്തിക്കും? ഗാസയിലെ 2 ദശലക്ഷം ആളുകൾക്ക് പോകാൻ ഒരിടവുമില്ല. അവരുടെ വീടുകളും സ്കൂളുകളും ആശുപത്രികളും എല്ലാം തകർന്നു. ഹമാസ് ഇല്ലാത്ത വെസ്റ്റ് ബാങ്കിൽ പോലും ഇസ്രായേലികൾ
അതിക്രമം കാണിക്കുന്നുണ്ട്. ഫലസ്തീനികളെ വീടുകളിൽ നിന്ന് ഇറക്കിവിട്ട് അവിടെ പുതിയ ഇസ്രായേൽ വീടുകൾ കെട്ടുന്നു. 2023 ഒക്ടോബറിന് ശേഷം അവിടെ മാത്രം 1000-ഓളം പേര് കൊല്ലപ്പെട്ടു. ഇതിനെ വംശഹത്യ എന്ന് വിളിക്കാതെ പിന്നെ എന്താണ് വിളിക്കേണ്ടത്? ഇപ്പോൾ ലെബനാനും ഈ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. 10 ലക്ഷം ആളുകൾ വീടില്ലാത്ത ആളുകളായിട്ട് മാറി. പാലങ്ങൾ തകർന്നു, ആശുപത്രികൾ അടച്ചു, വലിയ നഗരങ്ങൾ ചാരമായി. അവർക്ക് തിരിച്ചടിക്കാൻ വലിയ സൈന്യമോ മിസൈലുകളോ ഒന്നും തന്നെയില്ല. മരണം ഭയന്ന് ഓടുന്ന മനുഷ്യർ മാത്രമാണ് അവിടെയുള്ളത്. ഇറാനിലെ ശാസ്ത്രജ്ഞനെ സ്വന്തം കിടപ്പുമുറിയിൽ വെച്ച് കൊല്ലാൻ സാങ്കേതിക വിദ്യയുള്ള ഇസ്രായേലിനെ ലെബനാനിലെ 10 ലക്ഷം സാധാരണക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നത് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതൊരു അബദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭയപ്പെടുത്തുന്ന ചോദ്യം ഇതാണ്. നാളെ ഇസ്രായേൽ പരസ്യമായിട്ട് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുറന്നാൽ ആരാണ് അവരെ തടയുക? അമേരിക്കയോ ജർമ്മനിയോ ബ്രിട്ടനോ അതോ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ചൈനയോ? നെതന്യാഹുവിനെ പോലെയുള്ളവർക്കെതിരെ വാറന്റ് പുറപ്പെടുവിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഐക്യരാഷ്ട്രസഭയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിലവിൽ ആർക്കും ഒന്നിനും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതൊരു രാജ്യത്തിൻ്റെയോ നേതാവിൻ്റെയോ മാത്രം കഥയല്ല. ഇത് അധികാരത്തിൻ്റെ കഥയാണ്. ലോകം എന്ത് വിശ്വസിക്കണം എന്ന് തീരുമാനിക്കുന്നവരുടെ കഥയാണ്. ആദ്യം ഗാസയിലെ അവസ്ഥ ലോകം ശീലിച്ചു. ഇപ്പോൾ ലബനാനിലെ അവസ്ഥയും ശീലിക്കുന്നു. ക്രൂരതകൾ വെറും അക്കങ്ങളായിട്ട് മാറുന്നു. അക്കങ്ങൾ കണക്കുകളായിട്ടും കണക്കുകൾ പിന്നീട് വിസ്മൃതിയായിട്ടും മാറുകയും ചെയ്യും. നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: അടുത്തൊരു ഗാസയോ ലെബനാനോ അല്ലെങ്കിൽ അടുത്തൊരു സ്പെഷ്യൽ ഓപ്പറേഷനോ എവിടെയെങ്കിലും തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും പറയുമോ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന്? അതോ എല്ലാം നമ്മൾ ഫുൾ HD കണ്ടിട്ടും മനഃപൂർവ്വം കണ്ണടച്ചതാണെന്ന് നമ്മൾ സമ്മതിക്കുമോ?